ഈശോമിശിഹായ്ക്ക് സ്തുതി. എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസം നേരുന്നു. ഞാൻ ബിനോയ് പാല. മലയാളി യഥാർത്ഥത്തിൽ ഒരു മകൻ അമ്മയുടെ കയ്യിൽ കൊടുത്ത ഒരു വലിയ തുകയുടെ ചെക്ക് എഴുതി വെച്ചിട്ടോ അതിൻ്റെ വില അറിയാതെ ഉപയോഗിക്കാതെ മരിച്ചുപോയ ഒരു അമ്മയുടെ അവസ്ഥയിലാണ്. സാക്ഷര കേരളം, മനോഹരമായ ഭൂപ്രകൃതി, നല്ല മണ്ണ്, നിറയെ മലകൾ, കുന്നുകൾ, നിരപ്പായ സ്ഥലങ്ങൾ, 44 നദികൾ, നിറയെ തടാകങ്ങൾ, വിശാലമായ കടൽത്തീരം, ധാരാളം പ്രകൃതി വിഭവങ്ങൾ. ലോകം മുഴുവൻ മലയാളികൾ വളരെ ചെറിയ പദവികൾ മുതൽ വളരെ ഉയർന്ന പദവികൾ വരെ വഹിക്കുന്നവർ ധാരാളമുണ്ട്. ലോകം മുഴുവൻ കണ്ട ധാരാളം മാതൃകകൾ മലയാളി അവയിൽ നല്ലതോ നാടിന് യോജിച്ച രീതിയിൽ നടപ്പിലാക്കിയാൽ മാത്രം മതി. കേരളം മാവേലി നാടാകും, ദൈവത്തിൻ്റെ സ്വന്തം നാടാകും. നമുക്ക് സ്വർഗം പണിയുന്നതും നരകം പണിയുന്നതും നമ്മൾ തന്നെയാണ്. ചില നിർദ്ദേശങ്ങൾ മുമ്പോട്ട് വയ്ക്കുകയാണ്. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞു, ലോകം നന്നാകാൻ ഒരു വഴി, സ്വയം നന്നാകുക. വെൻ ഐ ഈസ് റിപ്ലേസ്ഡ് വിത്ത് വി, ഇൽനെസ് ബിക്കം വെൽനെസ്. നമുക്ക് വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ കോട്ടകൾ പൊളിക്കാം, സ്നേഹത്തിൻ്റെ, സഹകരണത്തിൻ്റെ പാലങ്ങൾ പണിയാം. ഇപ്പോൾ കാണുന്ന പ്രതിഭാസം, 2 നല്ല മഴ പെയ്താൽ അല്ലെങ്കിൽ 3 ഉരുൾപൊട്ടിയാൽ നാട്ടിൽ വെള്ളപ്പൊക്കം, നദികൾ നിറഞ്ഞു കവിയുന്നു, ഡാമുകൾ നിറയുന്നു, കടകളിലും വീടുകളിലും റോഡുകളിലും എല്ലാം വെള്ളം കയറുന്നു. നമ്മുടെ മാലിന്യം അന്യൻ്റെ സ്ഥലത്തോ അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് നിക്ഷേപിക്കുന്ന അവസ്ഥ ധാരാളം പേർ ചെയ്യുന്നത് കാണാം. തന്മൂലം തെരുമനായ ശല്യം വർദ്ധിക്കുന്നു, സാംക്രമിക രോഗങ്ങൾ വർദ്ധിക്കുന്നു. മാലിന്യ സംസ്കരണം, ധാരാളം നല്ല മാതൃകകൾ ലോകം മുഴുവനും ഉണ്ട്. മധ്യപ്രദേശിൽ ഇൻഡോറിലുമുണ്ട്. പൊതുജന സഹകരണത്തോടെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, ജില്ലാ, സംസ്ഥാന തലത്തിലും താല്പര്യമുള്ള സ്വകാര്യ വ്യക്തികളെ ഉൾപ്പെടുത്തി നടപ്പിലാക്കണം. മാലിന്യം അലക്ഷ്യമായി നിക്ഷേപിച്ചാൽ കനത്ത പിഴ നടപ്പിലാക്കണം. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും വലിച്ചെറിയുന്നത് കാണാം. ഭൂട്ടാൻ എന്ന രാജ്യത്തോ നദിയിൽ നിന്ന് തന്നെ അങ്ങനെ തന്നെ വെള്ളം കുടിക്കാൻ സാധിക്കും, അത്ര ശുദ്ധജലമാണ്. നാട്ടിലും അങ്ങനത്തെ അവസ്ഥ വരണം. വളരെ ജനസാന്ദ്രതയുള്ള കൊച്ചു കേരളത്തിൽ 81 ഡാമുകൾ, ഇടുക്കിയിൽ തന്നെ 20ഓളം ഡാമുകളുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങൾ പോലും ലംഘിച്ചുകൊണ്ട് ഓരോ നദിയിൽ തന്നെ വളരെ ചുരുങ്ങിയ സ്ഥലത്തിൽ ദൂരത്തിൽ പല ഡാമുകൾ ഒരു നദിയിലുള്ള അവസ്ഥയും കേരളത്തിൽ കാണാം. എല്ലാ ഡാമുകളും ശാസ്ത്രീയമായി പരിശോധിച്ച് കാലഹരണം എന്നവ ഘട്ടം ഘട്ടമായി ഡീകമ്മീഷൻ ചെയ്യണം. മാറിയ കാലാവസ്ഥയിൽ മിന്നൽ പ്രളയവും വെള്ളപ്പൊക്കവും ഇനിയും വരും. ഏതെങ്കിലും ഡാം പൊട്ടിയാൽ അത് അടുത്തുള്ള ഡാമുകളെ ബാധിക്കും. പ്രത്യാഘാതം പ്രവചിക്കാൻ സാധിക്കില്ല. വെള്ളത്തിൽ നിന്നും പൊങ്ങിയ കേരളം വെള്ളത്തിൽ തന്നെ വിലയം പ്രാപിക്കും. പകരം വേറെ ധാരാളം ഊർജ്ജ സ്രോതസ്സുകൾ പ്രോത്സാഹിപ്പിക്കണം. മെയിനായിട്ട് സോളാർ. സർക്കാർ സബ്സിഡി കൊടുക്കണം. നെടുമ്പാശ്ശേരി, കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ആവശ്യം കഴിഞ്ഞ് മിച്ചമുള്ളത് വിൽക്കുന്നു. നാട്ടിലും ധാരാളം കഴിവുള്ളവരുണ്ട്, സാമ്പത്തികമായിട്ടും അല്ലാതെയുമൊക്കെ. അങ്ങനെയുള്ള ആൾക്കാരെ ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ അവർ വൈദ്യുതി വിൽക്കും. അതിന് സർക്കാർ സോളാർ വഴി തന്നെ കേരളത്തിന് സ്വയം പര്യാപ്തമാകാൻ സാധിക്കും. പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ, യോജിച്ച സ്ഥലങ്ങളിൽ വിൻഡ് മില്ലും തിരമാലയും ഒക്കെ പ്രോത്സാഹിപ്പിക്കണം. പിന്നെ നദികളിലെയും ഡാമുകളിലെയും മണലും ചെളിയുമൊക്കെ നിയന്ത്രണങ്ങളോടെ വാടാൻ അനുവദിക്കണം. അത് പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും നല്ലൊരു വരുമാനമാകും. ധാരാളം വികസന പ്രവർത്തനങ്ങൾക്ക് വഴി തുറക്കുകയും ചെയ്യും. സ്ഥിരമായി വെള്ളപ്പൊക്കം നേരിട്ടിരുന്ന കുട്ടനാടിനേക്കാൾ താഴ്ന്ന കുട്ടനാട് പോലെ സമുദ്രനിരപ്പിനേക്കാൾ താഴ്ന്ന സ്ഥലമായിരുന്ന ഡച്ച് എന്ന നെതർലാൻഡ് വെള്ളത്തോടൊപ്പം ജീവിക്കുക എന്ന പദ്ധതി നടപ്പിലാക്കി. ഇപ്പോൾ അവർ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പച്ചക്കറി ചെയ്യുന്ന, കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ്. അവരിൽ നിന്ന് ആശയങ്ങൾ തേടാം. അതുപോലെ മീനച്ചിലാർ ഒഴുകുന്നതിൽ നിരന്ന സ്ഥലമായ ഭരണങ്ങാനം പോലുള്ള സ്ഥലത്തോ ചെറിയ അണയോ അല്ലെങ്കിൽ തടയണയോ ചെക്ക് ഡാമോ ഒക്കെ കിട്ടുകയാണെങ്കിൽ ധാരാളം വെള്ളം സംഭരിച്ച് വെക്കാൻ സാധിക്കും. ഇപ്പോൾ ഉള്ള 44 നദികളിലും ഉള്ള കേരളത്തിൽ ഭൂരിപക്ഷം നദികളിലും ഇതുപോലെ ചെറിയ അണകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 360 ദിവസവും വെള്ളം നദികളിൽ കൂടി ഒഴുകുന്ന സംവിധാനം നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. ഇപ്പോൾ എല്ലാ നദികളിലെയും വെള്ളം നേരെ കടലിൽ പതിക്കുകയാണ്. അങ്ങനെ വെള്ളം 44 നദികളിലും വെള്ളം 360 ദിവസം ഒഴുകുന്ന അവസ്ഥ സംജാതമാക്കാൻ സാധിക്കുകയാണെങ്കിൽ ടൂറിസത്തിന് അനന്ത സാധ്യതകളുണ്ടോ. ജലഗതാഗതം വ്യാപകമായാൽ റോഡിലെ തിരക്ക് കുറയ്ക്കാൻ സാധിക്കും. ധാരാളം പലതരം ചെറിയ തുറമുഖങ്ങളും അല്ലെങ്കിൽ ബോട്ട് ജെട്ടികളും വരും. ധാരാളം അനുബന്ധ തൊഴിലവസരങ്ങളും വരും. പിന്നെ ഒരു ലേഖനം വായിച്ചു, രാജീവ് പള്ളിക്കോണത്തിൻ്റെ. അദ്ദേഹം പറയുന്നു, കെട്ടിയടയ്ക്കപ്പെടുന്ന ടൂറിസം നിർമ്മിതികൾ. നമ്മൾ ഇനിയും ഉണർന്നില്ലെങ്കിൽ മീനച്ചിലാറും മണമലയാറും വറ്റി വളരും. അതുവഴി ഈ നദീതീരങ്ങൾ ഉൾപ്പെടുന്ന കോട്ടയം, പത്തനംതിട്ട ജില്ലയിലെ ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടാതെ പലായനം ചെയ്യേണ്ട അവസ്ഥ വരും. മീനച്ചിലാറും മണമലയാറും ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിലെ 2ാം നിരയായ ഇടുക്കി, കോട്ടയം ജില്ലകളെ വേർതിരിക്കുന്ന കുട്ടിക്കാനം, വാഗമൺ, പുള്ളിക്കാനം മലനിരകളുടെ അടുത്തുള്ള അരയൻ മുടികളിൽ നിന്നാണ്. പാരിസ്ഥിതികമായി അതിലോലമായ
അമൃതമേടും കോലാഹലമേടും വാഗമൺ മലനിരകളും വമ്പിച്ച തോതിൽ ടൂറിസ്റ്റ് വികസനത്തിന് വിധേയമാവുകയും ഉറവുകൾക്ക് മീതെ തന്നെ റിസോർട്ടുകൾ പണിതോ മനുഷ്യവിസർജ്യങ്ങൾ ഉൾപ്പെടെ ദ്രവമാലിന്യങ്ങളെ ഉറവുകളിലേക്ക് കലർത്തിവിടുകയും ചെയ്യുന്നു. സ്വകാര്യ വ്യക്തികൾ കൈയടക്കിയ ഭൂമിയിലൂടെ ഒഴുകുന്ന നദിയുടെ നീർച്ചാലുകൾ ചെറിയ ചെക്ക് ഡാമുകൾ കെട്ടി തടസ്സപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ മണിമലയാറിൻ്റെ ഉത്ഭവസ്ഥലത്തും ആൾതാമസമില്ലാത്തതിനാൽ ധാരാളം പരിസ്ഥിതി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ? കോലാഹലമേട്ടിലെ തങ്ങൾപ്പാറയുടെ ചുവട്ടിൽ തെക്കിഴക്കെ ചെരുവിലുള്ള പുൽത്തകടിയിൽ അടുത്തുനിന്നാണ് ഊറിയൊഴുകുന്ന നീർച്ചാൽ പടിഞ്ഞാറോട്ടൊഴുകി കൂപ്പ് വെള്ളച്ചാട്ടവും കോട്ടത്താവള വെള്ളച്ചാട്ടവും കടന്നാണ് അടിവാരത്തെത്തി നദിയുടെ രൂപം പ്രാപിക്കുന്നത്. ഇപ്പോൾ നദി ഒഴുകാൻ തുടങ്ങുന്ന പ്രഭവസ്ഥാനം മണ്ണിട്ട് മൂടി കെട്ടിടം നിർമ്മിക്കുന്നു. അതിനു താഴെ കരിങ്കല്ല് കൊണ്ട് ചെക്ക് ഡാം കെട്ടി അവിടെയും മണ്ണിടിച്ച് ഉറവുകൾ മൂടുന്നു. ഇത് മീനച്ചിലാറിൻ്റെ നാശത്തിൽ കലാശിക്കും. ഈ മലനിരയ്ക്ക് പടിഞ്ഞാറോ കൂട്ടിക്കൽ, പൂഞ്ഞാർ, തെക്കക്കര, തലനാട്, മൂന്നിലവ്, തീക്കോയി, മേലുകാവ് തുടങ്ങിയ പഞ്ചായത്തുകളിലെ കരിമ്പാറക്കെട്ടുകളോടുകൂടി മലകളാകെ ഏതാനും വർഷങ്ങളായി വമ്പിച്ച തോതിൽ പാറഖനനത്തിന് വിധേയമാക്കിയിരിക്കുന്നു. പാറമടകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ ഉറവുകൾ നശിപ്പിക്കപ്പെട്ടതിനേക്കാൾ പാറ പൊട്ടിക്കുന്ന സ്ഫോടനത്തിൽ മലകളുടെ സുസ്ഥിരത നഷ്ടമാവുകയും പ്രകമ്പനത്തിൽ ഓലികളടഞ്ഞ് നീരൊഴുക്ക് നിലയ്ക്കുകയും ചെയ്തിരിക്കുന്നു. വർഷകാലത്തിന് ശേഷവും തുടർച്ചയായി ഒഴുകിയിരുന്ന കോടിക്കണക്കിന് ഉറവുകളിൽ നിന്ന് ഒഴുകിയിരുന്ന ഒഴുക്ക് നിലച്ചതോടെയാണ് വർഷകാലത്തൊഴികെ മീനച്ചിലാർ പൂർണ്ണമായും നിശ്ചലമായത്. അതിവൃഷ്ടിയിൽ അമിതമായി സംഭരിച്ചിരിക്കുന്ന ജലം പുറന്തള്ളുന്ന ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും അതോടെ സർവ്വസാധാരണമായി. എല്ലാ നദികളുടെയും ഉത്ഭവസ്ഥാനങ്ങൾ പരിശോധിക്കണം. പാറഖനനത്തിന് കനത്ത നിയന്ത്രണം വേണം. പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ട് വേണം ടൂറിസവും മറ്റു നിർമ്മാണങ്ങളും നടത്താൻ, അല്ലെങ്കിൽ സർവനാശം. ചൂരുണ്ടെങ്കിൽ മാത്രമേ ചിത്രം എഴുതാൻ സാധിക്കുകയുള്ളൂ. പൊതുജനങ്ങളും ജനപ്രതിനിധികളും സർക്കാരും ഉണരണം. പിന്നെ കഴിഞ്ഞ നൂറിലേറെ വർഷമായി കേരളത്തിൽ മൊത്തത്തിലുള്ള വാർഷിക മഴ വർദ്ധിച്ചിട്ടില്ല, കുറയുകയാണ് ചെയ്തത്. ചെറുതോതിൽ മഴയുടെ സ്വഭാവം മാറി. ഇപ്പോൾ മഴ പെയ്യുന്ന ദിവസങ്ങളുടെ എണ്ണം കുറഞ്ഞു. പക്ഷേ പെയ്യുന്ന ദിവസങ്ങളിൽ കനത്ത മഴ പെയ്യുന്നു. കാരണം ചൂട് കൂടിയതിനാൽ കൂടുതൽ ജലം ബാഷ്പമാകുന്നു. അതുകൊണ്ട് കൊടുങ്കാറ്റും ന്യൂനമർദ്ദവും ഉണ്ടാകുമ്പോൾ കുറഞ്ഞ തോതിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ മഴ ലഭിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ നാട്ടിലുള്ളത്. കേരളത്തിൽ വെള്ളപ്പൊക്കം തുടങ്ങുന്നത് നദികളിൽ നിന്നല്ല, മലനിരകളിൽ നിന്നാണ്. മഴ ആദ്യം പെയ്യുന്നത് പശ്ചിമഘട്ടത്തിലെ വനങ്ങളിലും ചെരുവുകളിലും ചെരുവുകളിലുമാണ്. അവിടെയുള്ള മണ്ണും മരങ്ങളും സസ്യങ്ങളും ചേർന്നാണ് മഴവെള്ളത്തെ പതുക്കെ താഴോട്ട് വിടേണ്ടത്. കഴിഞ്ഞ കുറേ നാളുകളായി മലഞ്ചെരുവുകളിൽ റോഡുകൾ വന്നു, കുന്നുകൾ ഇടിച്ചു നിരത്തി, ക്വാറികൾ വ്യാപിച്ചു, വനങ്ങൾ കുറഞ്ഞു, സ്വാഭാവിക ജലവഴികൾ അടഞ്ഞു. ഇതോടെ മഴവെള്ളം മണ്ണിലേക്കിറങ്ങുന്ന അളവ് കുറഞ്ഞു. പകരം അതിവേഗം ചെറുതോടുകളിലൂടെയും നദികളിലൂടെയും ഇറങ്ങുന്നു. നദികൾ നിറഞ്ഞു കവിയുന്നു. പിന്നെ കേരളത്തിന് പ്രകൃതിദത്ത വെള്ളപ്പൊക്ക നിയന്ത്രണ സംവിധാനങ്ങൾ പതുക്കെ നഷ്ടപ്പെടുകയാണ്. നെൽപ്പാടം വലിയൊരു പ്രകൃതിദത്ത സംഭരണിയാണ്. തണ്ണീർത്തടങ്ങളും കുളങ്ങളും കായലുകളും ഒക്കെ അങ്ങനെ തന്നെ. 1975 8.75 ലക്ഷം ഹെക്ടർ നെൽപ്പാടങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 ലക്ഷം മാത്രം. 50 വർഷം മുമ്പ് വീട്ടുമുറ്റത്ത് മഴ പെയ്താൽ ഭൂരിപക്ഷവും മണ്ണിലിറങ്ങും. ഇപ്പോൾ കോൺക്രീറ്റ് അല്ലെങ്കിൽ ഇന്റർലോക്ക്, വെള്ളം നേരെ റോഡിൽ അല്ലെങ്കിൽ ഓടയിലേക്ക് ഒഴുകുന്നു, മണ്ണിലിറങ്ങുന്നില്ല. കേരളത്തിൽ മിക്കവാറും നദികൾ പശ്ചിമഘട്ടത്തിൽ ഉത്ഭവിച്ച് 80-100 കിലോമീറ്റർ സഞ്ചരിച്ച് കടലിൽ നേരെ എത്തുന്നു. സമതലങ്ങളിലൂടെ അല്ല ഒഴുകുന്നു, മണിക്കൂറുകൾക്കൊടയിൽ കടലിലെത്തുന്നു. നദീമുഖങ്ങളിലെ എക്കലും ചെളിയും സമയാസമയങ്ങളിൽ നീക്കാനുള്ള സംവിധാനങ്ങൾ വേണം. എത്ര മഴ പെയ്തു എന്ന ചോദ്യം നിർത്തി മഴ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്ന് ചോദിക്കണം. കേരളത്തിൽ മാറ്റങ്ങൾ വേണം. നെതർലാൻഡിലെ റൂം ഫോർ റിവറും ചൈനയിലെ സ്പോഞ്ചർ സിറ്റീസ് എന്ന ആശയങ്ങളും നടപ്പിലാക്കാൻ ശ്രമിക്കണം. അതിലുള്ള ആശയങ്ങൾ നാടിന് യോജിച്ച രീതിയിൽ. മഴയിൽ എത്ര വെള്ളം നമുക്ക് ഭൂമിയിൽ പിടിച്ചു നിർത്താൻ സാധിക്കും എന്നാണ് അവരുടെ ചോദ്യം. അതിനാണ് അവർ ഉത്തരം കണ്ടെത്തുന്നത്. അതുപോലെ തോടുകളും ഓടകളും സമയാസമയങ്ങളിൽ വൃത്തിയാക്കണം. സ്വാഭാവിക ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന കെട്ടിട നിർമ്മാണങ്ങളെ നിയന്ത്രിക്കണം. ഇല്ലെങ്കിൽ പട്ടണങ്ങൾ വെള്ളത്തിലാകും പെട്ടെന്ന്. നദികൾ, കനാലുകൾ, അണക്കെട്ടുകൾ എല്ലാം സമയസമയങ്ങളിൽ മണൽ വാരണം, ചെളി നീക്കണം. മഴയല്ല പ്രശ്നം, മഴയെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് പ്രശ്നം. അതൊരു സംവിധാനത്തിൻ്റെ പ്രശ്നമാണ്. മഴ സ്വീകരിക്കുന്നത് മുതൽ കടലിലെത്തുന്നവരെയുള്ള മുഴുവൻ ജലസംവിധാനങ്ങളും ഒരുമിച്ച് കാണാൻ സാധിച്ചാൽ കേരളത്തിന് ദീർഘകാല പരിഹാരം കാണാൻ സാധിക്കും. കേരളത്തിൽ വെള്ളം ഒരു വകുപ്പിൻ്റെ ഉത്തരവാദിത്തമല്ല. ജലസേചനം, തദ്ദേശ സ്വയംഭരണം, റവന്യൂ, വനം, പൊതുമരാമത്ത്, വൈദ്യുതി, ദുരന്ത നിവാരണം എല്ലാവരും ഓരോ ഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്നു. വെള്ളപ്പൊക്ക നിയന്ത്രണം ഒരു എഞ്ചിനീയറിംഗ് മാത്രമല്ല, അതൊരു ഏകോപിതമായ ഭരണ സംവിധാനത്തിൻ്റെ പരീക്ഷണം കൂടിയാണ്. കേരളത്തിൻ്റെ പ്രശ്നം പുതിയ മൺസൂൺ അല്ല,
പഴയ മഴയെ നേരിടാൻ കഴിയാതെ പോയ പുതിയ കേരളമാണ്. അത് മനുഷ്യൻ സൃഷ്ടിച്ച മാറ്റമാണെങ്കിൽ അത് തിരുത്താനും മനുഷ്യന് കഴിയും. വെള്ളപ്പൊക്കം തുടങ്ങുന്നത് ആകാശത്താണ്, പക്ഷേ അതിൻ്റെ ദുരന്തം ഉണ്ടാകുന്നത് ഭൂമിയിലാണ്. നമ്മുടെ വികസന പദ്ധതികൾ ഓരോന്നിനോടും ഒരു ചോദ്യം നിർബന്ധമായിട്ടും ചോദിക്കണം. ഈ പദ്ധതി മഴവെള്ളത്തിൻ്റെ സ്വാഭാവിക ഒഴുക്കിനെ എങ്ങനെ ബാധിക്കും? പിന്നെ ഒരു കാര്യം കൂടെ, നമ്മൾ മഴ പെയ്ത ഉടനെ കറണ്ട് പോകുന്ന സംവിധാനം കേരളത്തിലുണ്ട്. നമ്മൾ ഭൂമിക്കടിയിൽ കൂടെ പല രാജ്യങ്ങളും കണ്ടിട്ടുണ്ട്. ഭൂമിക്കടിയിൽ കൂടെ എങ്ങനെ പൈപ്പിട്ട് വെള്ളം കറണ്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിനുള്ള കേബിളൊക്കെ ഭൂമിക്കടിയിൽ കൂടെ പൈപ്പിലൂടെ കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ, അതിനെപ്പറ്റി നമ്മൾ ആലോചിക്കണം. പിന്നെ എല്ലാവരും ദൈവം പിതാവ്, പ്രകൃതി മാതാവ്, ബാക്കി എല്ലാവരും സഹോദരങ്ങൾ എന്ന ചിന്താഗതിയിൽ വളരണം. പിന്നെ ഇതും കടന്നു പോകും എന്ന് ചിന്തിക്കണം. നമ്മൾ മഹാപ്രളയത്തെ അതിജീവിച്ചു, കോവിഡിനെ അതിജീവിച്ചു, ഇതിനെയും അതിജീവിക്കും. അങ്ങനെ കേരളം മാവേലി നാടാകട്ടെ, അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമാകട്ടെ. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.